ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയെന്ന് പറഞ്ഞാൽ ഒഡീഷയിൽ ഗോപാൽപൂർ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഉള്ളൊരു പമ്പിലാണ്. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് എഴുന്നേക്കാൻ വേണ്ടി കുറച്ച് വൈകി. കാരണം എന്ന് പറഞ്ഞാൽ രാത്രി നല്ല ചൂടായിരുന്നു ടെൻറ്റിൻ്റെ അകത്തൊക്കെ. നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 8 മണിയൊക്കെ സ്ഥിതിക്ക് നമ്മൾ എഴുന്നേറ്റിട്ട് ഇനിയിപ്പോൾ പാക്കിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഇതെല്ലാം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ രാവിലെ തന്നെ വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ കൊള്ളിച്ചെടുത്തിട്ട് നമുക്ക് നേരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ഡ്രസ്സ് മാറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോകാനുള്ള ഹൈവേ ആണ്. കാരണം ഈ ഹൈവേ കൂടി ഏകദേശം ഒരു 30 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഗഞ്ചം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഗഞ്ചം വരെ ഉള്ളൂ നമ്മൾ ഈ ഹൈവേ. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഹൈവേന്ന് ഡീവിയേറ്റ് ചെയ്ത് ഉള്ളിലോട്ടുള്ള വഴി കയറും. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച നമ്മൾ എന്ത് വന്നാലും പൂരി എത്താനായിരിക്കും. പൂരിയിൽ ജഗന്നാഥ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ് ഞാനും അവനും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അവൻ വേറെ റൂട്ട് പോവും, ഞാൻ അവിടെ നിന്ന് വേറെ റൂട്ട് പോവും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാം. ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ പയ്യെ രാവിലെയുള്ള സമയങ്ങളിൽ ഇനി പയ്യെ ചവിട്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം ഒരിക്കലും പരമാവധി കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മൾ പമ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടി വന്നിട്ടിരിക്കണേ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മരം കണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ മരത്തിൻ്റെ അടിയിൽ കുറച്ച് നേരം നിൽക്കുക. അതുപോലെ തന്നെ ബാക്കിൽ കാണാൻ നല്ല രസമുണ്ട്. എന്താ തോട്ടമെന്ന് തോന്നുന്നു. അതെന്തായാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 പിള്ളേർ നമ്മളിപ്പം കുറേ നേരമായിട്ട് സൈക്കിളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓ നാം നെയിം സോം. ഓ 7th ക്ലാസ്. ഓ അപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കണം. ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന വഴിയാണ്. ഓ अभी गाँव जाएगा तो क्लास में जाएगा? नहीं आज नहीं. ओ संडे. ओ भूल गई मैं. ओके छोटू नाम हाँ കണ്ണ. അപ്പോൾ കണ്ണാന്നാണ് എൻ്റെ പേര്. എന്തായാലും പിള്ളേരൊക്കെ അടിപൊളിയാണ്ടാവും. ഇവിടുത്തെ ചൂടാണ്, നല്ല ചൂടുണ്ട്. രാവിലെ 10 മണിയായപ്പോൾ തന്നെ നമ്മൾ ഓക്കെ. പക്ഷെ അടിപൊളിയാണ്. ആൾക്കാരൊക്കെ നല്ല പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് ട്രാവൽ ചെയ്യാൻ നേരത്ത് നല്ലൊരു ഫ്രീ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് നോക്കിയിട്ട് വരാം. അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ കൂടി ഉന്തി ഇറക്കിയിട്ട് കുട്ടൂസനെ നമ്മളൊരു തണലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ. കറക്റ്റ് കേരളത്തിലെ പോലെ തന്നെ. പിന്നെ ആ ഭാഷ മാത്രമേ വ്യത്യാസമായിട്ട് തോന്നുന്നുള്ളൂ. ആൾക്കാരുടെ പെരുമാറ്റമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്തോ തോട്ടമാണോ കാടാണെന്ന് മനസ്സിലാവണില്ലല്ലോ. ആ ഇത് കശുമാവാണ്. ഇതെല്ലാം കശുമാവ് തന്നെയല്ലേ ഈ എല്ലാം? ആണ് കശുമാവാണ്. അപ്പോൾ ആരുടെയോ കശുമാവിൻ്റെ തോട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ സൈഡിലേക്ക് വന്നിട്ട് നമ്മളവിടെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ചെടി തന്നെയാണ് ഇത്. ചെടി നമ്മളവിടെയൊക്കെ ചെറുതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഇവിടെ ഭയങ്കര വലുതായിട്ടെല്ലാം വളർന്നു നിന്നിട്ട് എല്ലാത്തിലും പൈനാപ്പിൾ പോലത്തെ കായൊക്കെ കിടക്കുന്നുണ്ട് പൊക്കത്ത് തൂങ്ങി. അപ്പോൾ ഇത് കഴിക്കാമോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ പറിക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പറ്റില്ല. എല്ലാം ആയി കിടക്കണമെന്ന പൊക്കത്താണ്. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടണമെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനെ അറിയാൻ പാടില്ലെങ്കിൽ അവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും. പിന്നെ ഇത് കഴിക്കാമോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല.
അപ്പോൾ അതും കൂടി ഒന്ന് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ വളരെ ഉപകാരം തന്നെയായിരുന്നു. എന്തായാലും നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങളെ കാണാനായിട്ട്. ഇനി നമ്മൾക്ക് പോകാനുള്ള ഹൈവേ ആണിത്. ഇനി ഏകദേശം ഒരു 25 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മൾ ഈ ഹൈവേ പോകുന്നത്. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ഉള്ളിലോട്ടുള്ള വേറെ നാഷണൽ ഹൈവേ നിന്ന് മാറിയിട്ട് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഒരു റോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡിലൂടെയായിരിക്കും നമ്മളിനി ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വെയിലുമാണ്. അപ്പോൾ നമ്മളൊരു ചായക്കടയിൽ കയറുക, പഴയ നമ്മുടെ കേരളത്തിലെ ചെറിയ ചായക്കടകളിലേക്ക്. അത് തന്നെ ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് എല്ലായിടത്തും നമ്മൾ വരുമ്പോൾ കാണുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും അതുപോലെ തന്നെ വടയുമാണ് എല്ലാ കടയിലും കണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പൂരിയും വടയും. ഇപ്പോൾ ഇവിടുത്തെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ഒടിയാണ്. ഒടിയയിൽ ഇതിപ്പോൾ എഴുതിയേക്കാന്ന് പറഞ്ഞാലും സാധാ റൗണ്ട് മീല് 70 രൂപ, അതുപോലെ തന്നെ മീൽസ് വിത്ത് ഫിഷ് 80 രൂപ, ഇത് ചിക്കൻ മീൽസ് 100 രൂപ, അതുപോലെ തന്നെ എഗ് മീൽസ് 80 രൂപ. ഇതൊന്നും ഇപ്പോൾ ആയിട്ടില്ല, ഇതൊക്കെ ഉച്ചക്കാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒടിയുടെ ബോർഡ് കണ്ടപ്പോഴേക്കും ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. ഇതിൻ്റെ ശരിക്കുമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചത് ശരിക്കും ഇവിടെ നിന്നല്ല, അതിൻ്റെ ഇംഗ്ലീഷിലെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൂരി, ചെറിയ പൂരിയും ചെറിയ വടയൊക്കെയാണ്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് കറിയും കൂട്ടിയാണ് കഴിച്ചത്. ഇത് ഞാനിപ്പോൾ ഏകദേശം 6 പൂരിയും 2 വടയും കഴിച്ചിട്ട് 35 രൂപയാണ് ഇവിടെ നിന്ന് ആയത്. അപ്പോൾ ഇവിടുത്തെ ബായ് ഉണ്ട്, ഈ ബായിനെയും കൂടി നമുക്ക് എന്തായാലും പരിചയപ്പെടാം. എന്തായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അപ്പുറത്ത് തന്നെ ഇത് 2 കടയും ഒരു കടയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ആ ചേട്ടനും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഇപ്പോൾ ഈ നിൽക്കുന്ന ചേട്ടനും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചേട്ടനൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നെയിം നാം ബാബുല, ബാബുല എന്നാണ് പേര്. ഓ വില്ലേജ് തന്നെ, വില്ലേജ് നാം സത്തർപുരം. അപ്പോൾ നമ്മൾ സത്തർപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേന്ന് ഡിവൈറ്റ് ചെയ്യാനായിട്ടുള്ള റൂട്ട് എത്തും. അപ്പോൾ നമുക്ക് ഈ ചേട്ടനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചേട്ടനെയും കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട്. ഓ നാം സുരേഷ്, ഓ ലോക്കൽ. അപ്പോൾ ചേട്ടനും വളരെ അടിപൊളി, അതുപോലെ തന്നെ ഈ കടയുടെ ഓണറായിട്ടുള്ള ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടനെയും കൂടി പരിചയപ്പെടാം. അണ്ണാ നെയിം മോൻ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തെലുങ്ക് സംസാരിക്കും, അതുപോലെ തന്നെ ഒഡീഷ സംസാരിക്കും. കാരണം ഇപ്പോൾ ഒഡീഷ കയറിയിട്ട് നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ നിന്നൊരു പൂച്ചനെ കിട്ടിയപ്പോൾ രമേശ് അതിനെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹൈവേയിലൂടെ വന്നിട്ടിരിക്കുമ്പോൾ ഒരു റിവറിൻ്റെ പൊക്കത്തൂടി പാലം വന്നായിരുന്നു. അപ്പോൾ ഈ റിവർ എന്ന് പറഞ്ഞാൽ ഋഷികുല്യ റിവർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ഒരു റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട്, നേരെ അറ്റത്ത് മലകളാണ്. അതുപോലെ തന്നെ ഈ റിവർ നേരെ പോകണമെന്ന് പറഞ്ഞാൽ കടലിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, അറ്റത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ കടലാണ്. കടലിലോട്ട് പോയി ചേരണ റിവർ, ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം 12:30 ആയപ്പോഴേക്കും നമ്മൾ ഹൈവേന്ന് തിരിയാനായിട്ടുള്ള പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി പോയിട്ടാണ് നമുക്ക് റൈറ്റിലേക്ക് പോകാൻ നേരത്ത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ചിലിക്ക ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതായത് ഒഡീഷയിൽ മാത്രമല്ല ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഒരു വലിയ ലേക്കായിട്ട് അറിയപ്പെടുന്ന ഒരു ലേക്ക് തന്നെയാണ്. അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പോയിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് വീഡിയോയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു കട കണ്ടപ്പോഴേക്കും ആ ചേട്ടന്മാർ തന്നെയാണ് നമ്മളിങ്ങോട്ട് വിളിച്ച് കയറ്റി. വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ തണുത്ത വെള്ളമൊക്കെ തന്ന്, തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി തന്ന്, അതുപോലെ തന്നെ ഫാനൊക്കെ എടുത്ത് വെച്ച് തന്ന് കുറേ നേരത്തേക്ക് നമ്മളിവിടെ തന്നെ ഇരിക്കണമായിരുന്നു. ഇപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ കുറച്ച് നേരം കൂടി ഒരു 10-15 മിനിറ്റും കൂടി നമുക്ക് ഈ കടയിൽ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, ചിലിക്ക ലേക്കിൻ്റെ സൈഡിൽ കൂടി പോവാം. അപ്പോൾ ചിലിക്ക ലേക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചേട്ടനൊന്ന് പരിചയപ്പെടാം. അണ്ണാ നീ ചന്ദ്രശേഖർ ജന എന്നാണ്. ആശിഷ് പള്ളി. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളിപ്പോൾ എത്തിയേക്കണമെന്ന് പറഞ്ഞാൽ ഗഞ്ചോ എന്ന് പറയുന്ന മെയിൻ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഗഞ്ചോ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അതിൽ കൂടി ആണ് നമ്മൾ കയറിയിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഗഞ്ചോ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ കാണണമെന്ന് പറഞ്ഞാൽ ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ജംഗ്ഷൻ വന്നത്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ആ കാണുന്ന ഉള്ളു വഴികളിലൂടെ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു സ്ട്രെയിറ്റ് വഴി പോകണമെങ്കിൽ സിമ്പിളാണ്, നേരെ നല്ല റോഡായിരിക്കും ഹൈവേയിലെ.
ഫുള്ള് പോകാനായിട്ട് ഏറ്റവും നല്ല ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് വില്ലേജ് ലൈഫും കാണണം, കുറേ കാഴ്ചകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് വഴി കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ചിലിക്ക ലേക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ബീച്ചുമാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടിയുള്ള റോട്ടിൽ കൂടിയൊക്കെ പോയാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല കുറേ വില്ലേജ് കാഴ്ചകളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചേട്ടന്മാർ. അപ്പോൾ നമ്മളെന്തായാലും ആ വഴി തന്നെയാണ് പോകാൻ വേണ്ടി ചൂസ് ചെയ്തേക്കണം. അങ്ങനെ നമ്മൾ ഹൈവേന്ന് ഡീവേറ്റ് ചെയ്തിട്ട് ഒഡീഷയിലെ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ടുള്ള റോട്ടിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരെ പോകുമ്പോൾ തന്നെ റോഡെന്ന് പറഞ്ഞാൽ ബീച്ച് എത്തുക, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ പോകാൻ വഴിക്കാണ് നമുക്ക് പോകാനുള്ളത്. അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ വളരെ ശാന്തത, നമ്മുടെ മൈൻഡിലാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈവേ കൂടി ഇത്ര നേരം വരാൻ നേരത്ത് മൊത്തം എന്ന് പറഞ്ഞാൽ ഈ ലോറിക്കാരും അതുപോലെ തന്നെ വണ്ടിക്കാരാണെങ്കിൽ സ്പീഡിലെല്ലാം ഓടിച്ചിട്ട് ഫുൾ ടൈം ഈ ഹോണടി തന്നെയാണ്. ഹോണടി കേട്ട് 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 ചെവിയൊക്കെ ഒരു മാതിരി എപ്പോഴേക്കുമാണ് നമ്മൾ കറക്റ്റായിട്ട് ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് എത്തിപ്പെട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 70 കിലോമീറ്റർ പൂരി വരെ ഇതേപോലെയുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോണത്. പൂരിയിൽ നിന്ന് പോകുമ്പോൾ അങ്ങോട്ടേക്കും നമ്മൾ പരമാവധി വില്ലേജുകൾ തന്നെ ആയിരിക്കും കയറുന്നത്. ഹൈവേ പരമാവധി അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ, ഒരു ചേട്ടന്മാരൊക്കെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച കൊണ്ടിട്ട് ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കണേ. പിന്നെ പൊതുവേ ഈ വഴി ഇവിടുത്തെ ആൾക്കാരൊക്കെ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ കൊണ്ടിട്ട് നല്ല ശാന്തതയുണ്ട്. ഇങ്ങനെയുള്ള വഴികളിലൂടെ പോകാൻ നേരത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മരങ്ങളുണ്ടാവും. അപ്പോൾ തണൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ മരത്തിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് തന്നെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അത്യാവശ്യം ടയേർഡൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിന്നാൽ പോലും നമുക്ക് ആ ഒരു സമാധാനം കിട്ടില്ല. ഹായ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറേ വീടുകളുടെയൊക്കെ ഇടയിൽ കൂടിയുള്ള റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ പോലും ഇവിടെ എല്ലാ വീട്ടിലും ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ആൾക്കാർ സംസാരിക്കണമൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര പതുക്കെയാണ് കേൾക്കണത്. ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും വീടുകൾ വരുന്നുണ്ട്, എന്നിട്ട് പോലും നമുക്ക് ഭയങ്കര ഒരു ശാന്തതയോടുകൂടി തന്നെ ഈ റൂട്ടിൽ പോകാൻ പറ്റും. റോഡ് കുറച്ച് പൊളിഞ്ഞ് കിടക്കണതാണ്, പക്ഷേ അത് അറിയാലോ, ഗ്രാമത്തിലെ ഉൾവഴികളെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ കാണുന്ന കാഴ്ചകളെല്ലാം പുതിയ പുതിയ നല്ല കുറേ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഒരു ചേട്ടൻ നമ്മുടെ ബോർഡ് കണ്ടിട്ട് തിരിച്ച് വന്നതാണ്. അപ്പോൾ ഈ ചേട്ടൻ ചെറുതായിട്ട് തമിഴൊക്കെ അറിയാം. ഈ വില്ലേജിൽ തന്നെയുള്ള ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ഈ വില്ലേജിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് ഈ ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വില്ലേജിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഈ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. ചേട്ടന് എന്താ ചെയ്യണമെന്നൊക്കെ ഒന്ന് ചോദിക്കാം. നെയിം? ദിനേശ് എന്നാണ് പേര്. അപ്പോൾ വില്ലേജ് കല്ലറപ്പാടി എന്ന വില്ലേജിൻ്റെ പേര്. അപ്പോൾ ഒഡീഷ തന്നെയാണ് വീട്. എന്തായാലും നല്ല കുറേ ആൾക്കാരുകളെ തന്നെ ഉണ്ട് നമ്മൾ കണ്ടുമുട്ടണമല്ല. ഇതുവരെ യാത്രയിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല കുറേ സൗഹൃദങ്ങൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കാം ജോബ് കേരള ഫിഷിംഗ്. അപ്പോൾ ഈ ചേട്ടൻ കേരളത്തിൽ ഫിഷിങ്ങിൻ്റെ ബോട്ടിൽ പോണ ചേട്ടനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിട്ട് നമ്മളോട് വന്നിട്ട് അത് കാരണം നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചൊക്കെ വന്നേട്ടോ. ഞാനിപ്പോഴാണ് ലാസ്റ്റ് ജോലി ചോദിച്ചപ്പോഴാണ് കാര്യം പറയണത്. അപ്പോൾ എന്തായാലും താങ്ക് യു. അങ്ങനെ നമ്മൾ ഗ്രാമങ്ങളിലൂടെ പോകാൻ നേരത്തെ നമുക്ക് എന്താ സന്തോഷമെന്നറിയോ? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഏകദേശം വിശാഖപട്ടണമൊക്കെ മുതൽ നമ്മൾ ഫുള്ള് ഹൈവേ കൂടിയായിരുന്നു. അപ്പോൾ ഹൈവേ കൂടി വന്ന ആകെ നമുക്ക് ഈ സൗണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈൻഡിൽ പ്രഷറാക്കണം. കാരണം നമ്മൾ സൈക്കിൾ ഔട്ടിക്കൊണ്ട് അത്രയും ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊക്കെ ലോറിക്കാരൊക്കെ ഹോണടിക്കാൻ നടക്കുക ഭയങ്കര പ്രഷറായിരിക്കുള്ളൂ നമ്മളെ തലക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വഴിയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. ടയേർഡൊന്നും അനുഭവപ്പെടില്ല സൈക്കിൾ ഔട്ടിയാൽ. കാരണം ആകെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പോണ വണ്ടികളിൽ ബാക്കി എന്ന് പറഞ്ഞാൽ ഫുള്ളി കിളികൾ. അപ്പോൾ ഇതുപോലെയുള്ള വഴികൾ വരുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഇതേപോലെ എവിടെയാണെങ്കിലും ഇരിക്കാൻ പറ്റും. ഇരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണ സ്ഥലങ്ങളും വളരെ നല്ല ഭംഗിയോടുകൂടിയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും. വ്യത്യസ്തമൊക്കെ കിട്ടിയിട്ട് ഇവിടെ ഒരു ചാമ്പ് പൈപ്പൊക്കെ ഉണ്ടല്ലോ, ചാമ്പ് പൈപ്പ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ മന്ദിർ
പിന്നെ ബാക്കിലൊക്കെ ഫുള്ള് ഇങ്ങനെ മലകളൊക്കെയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഹായ്. നമ്മളെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി പാട്ടൊക്കെ പാടി വന്നത്. എല്ലാവരും വളരെ അടിപൊളിയായിട്ട് തന്നെ കേട്ടോ, നല്ല കമ്പനിയാണ്. വില്ലേജിലാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റാണ് ആൾക്കാർ. അപ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ രാത്രി ടെൻ്റ് അടിക്കാനായിട്ട് പെട്രോൾ പമ്പൊക്കെ കിട്ടില്ല എന്നുള്ളത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് രാത്രി ആകുമ്പോഴേക്കും ഏതെങ്കിലും ഇവിടെയുള്ള ചെറിയ മന്ദിറില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മന്ദിറൊന്നും കൂടെ ആവശ്യമില്ല. ഇതേപോലെ നല്ല പാടത്തിൻ്റെ സൈഡിലൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ചിട്ടൊന്നും കൂടാ. പിന്നല്ല ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. നമ്മൾ വില്ലേജിലെ ഈ വഴികളിലൂടെ വന്നിട്ടിരിക്കാൻ നേരത്ത് കടയൊക്കെ നോക്കി എത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു കട കണ്ടപ്പോഴേക്കും ഇവിടെ നമ്മളെന്തെങ്കിലും കഴിക്കാണ്ടാവുമെന്ന് പറഞ്ഞ് നോക്കി വന്നപ്പോഴേക്കും ഇവിടെ ഈ സാധനം കണ്ടപ്പോഴേക്കും നമ്മളെന്തായാലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതൊരു ഒഡീഷയിലെ ഡിഷാണ്. പിന്നെ ചെന്നാപ്പോടോ എന്നാണ് പറയുന്നത്. സ്വീറ്റാണ്. അപ്പോൾ 100 ഗ്രാം 25 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മേടിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് ഇനി പോകാനുണ്ട്. ഇനി പോയിട്ട് നമുക്ക് ലേക്കൊക്കെ തുടങ്ങുന്ന ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇന്ന് യാത്ര ചെയ്യും. നമുക്കിന്ന് നല്ലൊരു ദിവസം തന്നെയാണ്. ഇത്രയും ദിവസം ഹൈവേന്ന് വില്ലേജിലോട്ട് കയറി യാത്ര ചെയ്തപ്പോഴേക്കും നല്ലൊരു മനസ്സിന് സന്തോഷം തന്നെയാണ്. നാം കെ തുമര प्रमोद कुमार. ओ विलेज का नाम पुले പ്രോയാഗി എന്ന് പറയുന്ന വില്ലേജാണ്. അപ്പോൾ ഈ സാധനം വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിത് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കഴിച്ചത് തീർത്തു. വളരെ നമ്മൾ ഉച്ചയോണ്ടൊന്നും കഴിച്ചിട്ടൊന്നുണ്ടല്ലോ, നല്ല വിശപ്പുണ്ടായി. കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. പാലും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ഇത് കൊടുത്തപ്പോഴേ താഴെ എടുത്ത് തന്നെ നിൽക്കണുണ്ടായി. ഞാൻ കഴിക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അവനിപ്പോൾ ഫുള്ള് വേണം. ഇപ്പോൾ രമേശ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടിരിക്കാൻ നേരത്തെ അടുത്തൊരു ബോർഡ് കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും ബോർഡൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവാം. സത്തപ്പട അവിടെയാണ് നമുക്ക് ആ ക്രോസിങ് ഉള്ളത്. അത് കാരണമാണ് അവിടെ ബോട്ടിൻ്റെ പടമൊക്കെ കാണിച്ചേക്കണേ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഡയറക്ഷൻ. അവിടെ ഇന്ന് എന്തായാലും നമുക്ക് എത്തിയിട്ട് ബോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം 4 മണി വരെ ഉള്ളൂ എന്നാണ് വില്ലേജിലെ ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് പരമാവധി ഒരു 10, 20, 30 കിലോമീറ്റർ ഇതേപോലെയൊക്കെ തന്നെ പയ്യെ യാത്ര ചെയ്യുക. നേരത്തെ തന്നെ ഇന്ന് ക്യാമ്പ് ചെയ്യണം, കാരണം ഇന്നിവിടെ പെട്രോൾ പമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇരുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമൊക്കെ നല്ലത് തിരഞ്ഞെടുക്കാനൊക്കെ പണിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ ക്യാമ്പ് ചെയ്യുക. ഇവിടെ ഉള്ളിലുള്ള ഏതെങ്കിലും സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ സ്കൂളുകളും, അവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. പിന്നെ മന്ദിറിലാണെങ്കിലും ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജംഗ്ഷനിൽ ഓരോ മന്ദിറുകൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആണെങ്കിൽ അവിടെ നിൽക്കാം. അങ്ങനെ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. എല്ലാ ആൾക്കാരാണെങ്കിലും വളരെ ശാന്തതയോടുകൂടി തന്നെയാണ് നമ്മളോട് വന്നിട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണത്. അങ്ങനെ നമ്മൾ വന്നിപ്പോൾ ലേക്കിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ തുടങ്ങിയുള്ളൂ ലേക്ക്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെയുള്ള കാഴ്ചയാണ്. നമ്മളിനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലേക്കിൻ്റെ ഓരോ സൈഡിലൂടെ പോകാനുള്ളത്. ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലേക്ക് എത്ര വലിയ ലേക്കാണെന്ന്. ഇതിപ്പോൾ ഏകദേശം എത്രയോ കിലോമീറ്റർ ഉണ്ട് ഈ ലേക്കിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അത് ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒഡീഷയിലെ ഒരു 3 ജില്ലകൾ കൂടി ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്ക് കൂടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയ നല്ല ഭംഗിയുള്ള പാർക്ക്, ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇവിടെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള കുറേ സ്കൂളുകളും അങ്ങനെ കാണാണ്ട്. ഓരോ ഗ്രാമത്തിലെ പിള്ളേർക്ക് ഓരോ ഗ്രാമത്തിൽ തന്നെ സ്കൂളും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇല്ലാണ്ട്
ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയുള്ളൂ ചിലിക്കലേക്ക്. എന്നാലും കുറേ നല്ല കാഴ്ചകളുള്ളതുകൊണ്ടിട്ട് ആദ്യം തന്നെ നമ്മളൊന്ന് ലേക്കിൻ്റെ അങ്ങോട്ടേക്കൊന്ന് കുട്ടൂസരായിട്ട് പോയിട്ട് വരാം. ഇവിടെയൊക്കെ ഇപ്പോൾ പുല്ലാണ്. അത് മാത്രമല്ല ഈ ലേക്കിന് കുറേ ഐലൻഡുകളൊക്കെ വന്നിട്ടുണ്ട്. ബേർഡ് വാച്ചിങ് ഐലൻഡൊക്കെ ഉണ്ട്. കുറേ പക്ഷികളൊക്കെ വെറൈറ്റി ടൈപ്പ് കുറേ പക്ഷികളൊക്കെ ഉള്ള. അപ്പോൾ എന്തായാലും ലേക്ക് കാണാൻ വളരെ ഞാനിപ്പോൾ പല ലേക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും വലിപ്പത്തിൽ. അതും ഇവിടെ നിന്ന് തീരണില്ല കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങിയൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ കാണുന്നത്. ഇത് അങ്ങനെ കിടക്കണ്. അതുപോലെ തന്നെ നമ്മൾ പോണത് ആ വഴിയിലൂടെ പോകുമ്പോഴേക്കും അപ്പുറത്തെ വശത്ത് ബീച്ച് വരും. അതുപോലെ തന്നെ ഒരു സൈഡിൽ ലേക്ക് വരും. ലേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലേക്ക് തീരണം എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ ഉള്ളിൽ ലേക്ക് തന്നെയാണ് ഈ സൈഡിൽ കാണിക്കണത്. അപ്പോൾ കുട്ടൂസിനെ ഇവിടെ ഉണ്ട്. രമേശ് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ വെള്ളം കയറ്റമൊക്കെ വരാൻ നേരത്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് മൊത്തം വെള്ളം ഒരിക്കലും. ഇപ്പോൾ കുറച്ച് കുറവാണ് വെള്ളം. എന്താ ഭംഗിയല്ലേ. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ചിലിക്ക ലേക്കിൻ്റെ ഒരു തുടക്ക ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നീണ്ട് കിടക്കണേ. കണ്ണെത്താ ദൂരത്തോട്ട് ഇങ്ങനെ ലേക്ക് കിടക്കണേ. നമുക്ക് തന്നെ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ലേക്കിൻ്റെ സൈഡിൽ കൂടി മാത്രം ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ലേക്ക് ഒഡീഷയിലെ 3 ജില്ലകളിലും ടച്ച് ചെയ്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏകദേശം 1100 സ്ക്വയർ കിലോമീറ്ററാണ് ഈ ലേക്കിൻ്റെ വിസ്തൃതി വരുന്നത്. എന്തായാലും ഇവിടെ എത്തിപ്പെട്ടതിലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇവിടെ അങ്ങനെ അറിയില്ലായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ലേക്കിൻ്റെ ബോർഡുകളൊക്കെ അവിടെ വെച്ചേക്കണ കണ്ടുകൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയപ്പോഴാണ് ചിലിക്ക ലേക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലേക്കായിട്ട് അറിയപ്പെടുന്ന ഒരു ലേക്കാണ്. പിന്നെ അത് കുറേ പ്രത്യേകതകളുണ്ട് ഈ ലേക്കിന്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള മൊത്തം വരുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. വഴിയിലും അതുപോലെ തന്നെ പുതിയ പുതിയ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട്. പുഴ പോലെ ഇങ്ങനെ കിടക്കണേ. അങ്ങനെ നമ്മൾ ഈ വഴി വന്നിരിക്കാൻ നേരത്ത് ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് രാത്രി എന്തായാലും ഹോട്ടലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏതെങ്കിലും സ്കൂളിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ലേക്കിൻ്റെ തീരത്ത് എവിടെയെങ്കിലേക്ക് ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മുട്ടയും അതുപോലെ തന്നെ എന്തെങ്കിലും മാഗിയൊക്കെ മേടിക്കണമെങ്കിൽ നമുക്കിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുളക് പൊടി അതുപോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എല്ലാം ഇവിടെ ചെറിയ പാക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. മുളക് പൊടി, ചില്ലി പൗഡർ 1 രൂപയുടെ പാക്കറ്റ്, 1 രൂപയുടെ ഇങ്ങനെ പാക്കറ്റുകൾ. അതുപോലെ തന്നെ എല്ലാം അങ്ങനെയാണ് വന്നത്. ഇതിപ്പോൾ 5 രൂപേൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചെറിയ പാക്കറ്റാണ്. വലിയ പാക്കറ്റ് മാഗി വെച്ചിട്ട് മാഗി ഇതാണുള്ളത്. പിന്നെ ഗരം മസാല ഉണ്ട്. ഗരം മസാല
మాడు చూపిస్తున్నాడు 2 രൂപ ఓవర్ మాట కొన్ని ఎగ్స్ എന്തായാലും അടിപൊളി വേണ്ട. അങ്ങനെ ഇപ്പോൾ സമയം 1:08 ഇപ്പോൾ നമ്മൾ ഈ വില്ലേജിൻ്റെ ഉള്ളിലെ വഴികളിലൂടെയൊക്കെ വന്നിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇവിടെ നിന്നോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ആൾക്കാരൊന്നും എല്ലാവരും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്, സാധനങ്ങൾ ഇവിടെ വെച്ചാൽ പോലും നിങ്ങളുടെ സാധനങ്ങളൊന്നും പോകുകയൊന്നുമില്ല. അപ്പോൾ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് കിടക്കണമെങ്കിൽ ഇവിടെ ഫ്ലോർ ഉണ്ട്, ഇങ്ങനെ കിടക്കാൻ പറ്റും, ഇവിടെ കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിപ്പെട്ടാണ്. എന്തായാലും വളരെ നല്ല ആൾക്കാർ, നല്ല കുറേ നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ നമുക്ക് ഈ ഒഡീഷ കയറിയിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ട് ഇവിടെയാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ടെൻ്റ് അടിച്ചിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഞാനിന്ന് എന്തായാലും പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ച് സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായില്ല. കുക്ക് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ മാഗി പാക്കറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മുട്ടയുണ്ട്, പിന്നെ ഓയിലും, അതുപോലെ തന്നെ കുറച്ച് പൗഡറുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓംപ്ലേറ്റും പിന്നെ മാഗിയും പിന്നെ 2 മുട്ടയും പുഴുങ്ങി കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ള എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് നേരെ പുരിയിലേക്കാണ്. പുരിയിൽ പോണ വഴിക്ക് നല്ല കുറേ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നമുക്കൊരു കടത്തൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ നല്ല കുറേ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ നമുക്ക്.